ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണല്ലേ, എല്ലാ ദിവസവും നല്ല മഴയാണ്. അപ്പോൾ ദേ ഞങ്ങൾ ഇന്നൊരു ബുധനാഴ്ചയാണേ. അപ്പോൾ കുഞ്ഞിന് രണ്ടാമത്തെ വാക്സിൻ എടുക്കാനൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 മാസത്തെ വാക്സിനാണ്. അപ്പോൾ അങ്ങനെ അത് ഹെൽത്ത് സെൻ്ററിലാണ് പോയി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയാവുകയാണ്. അപ്പോൾ രാവിലെ ആൾക്ക് ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടേ. അങ്ങനെ ദേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്താവുമെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ വാക്സിൻ എടുത്തപ്പോഴത്തേക്ക് ആദ്യത്തെ വാക്സിൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല കരച്ചിലുമായിരുന്നു, നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെന്താവുമെന്ന് അറിയത്തില്ല. അങ്ങനെ ദേ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിക്കുട്ടിക്കാണെങ്കിൽ ഇപ്പം തന്നെ നല്ല ടെൻഷനും ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ വാക്സിൻ എടുക്കാനായിട്ട് ഞങ്ങളവിടെ പുറത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേര് വിളിക്കുമ്പോൾ അകത്തേക്ക് കയറിയാൽ മതി. അപ്പോൾ അങ്ങനെ വാക്സിനൊക്കെ എടുത്തു കേട്ടോ. എടുത്തെങ്കിലും അരമണിക്കൂർ അവിടെ ഇരുന്നിട്ടേ നമ്മളെ വിടുകയുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളതേ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ആളെ ഇങ്ങനെ തോളിലിട്ടിട്ട് നടക്കുകയാണേ. കാലിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു കാലിലുള്ള വാക്സിൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കാല് തൊടുമ്പോഴാണ് നല്ല വേദന. അപ്പോൾ ഞാൻ തോളിലിട്ട് നടക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, ആളങ്ങനെ കിടന്നോളും. അപ്പോൾ നമ്മൾ രാവിലെ പോയപ്പം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അവിയൽ മാത്രമേ വെച്ചുള്ളായിരുന്നേ. അപ്പോൾ ഒഴിച്ചുകറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ മോന് ഒരു മീറ്റിങ്ങിൽ കയറണമായിരുന്നു. പിന്നെ പോയിട്ട് ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നേ. 3 ബിരിയാണി, ഹാഫ് ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്ന്. ചോറുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ് ഹാഫ് ബിരിയാണി വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് നേരത്തെ തന്നെ കഴിച്ചിട്ട് മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കുഞ്ഞിനെടുത്ത സമയത്ത് അനിക്കുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിന്. പിന്നെ ഞാൻ ഒരു ഒഴിച്ചുകറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളരിക്കയും മാങ്ങയും കൂടെ ഒരു ഒഴിച്ചുകറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി എനിക്ക് വാങ്ങിച്ചെങ്കിലും ഞാൻ ഉടനെ കഴിച്ചിട്ടില്ലായിരുന്നു. കാര്യം എനിക്ക് ചോറ് കഴിക്കണമെന്ന് വെച്ചിട്ടാണ്. അവിയലുണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഒരു ഒഴിച്ചുകറിയും കൂടെ വെച്ചിട്ട് അവിയൽ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനാണ് ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹനിക്കുട്ടിക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞ് ഹനിക്കുട്ടി ഇതേ ബിരിയാണി കഴിക്കാനൊക്കെ എടുത്ത് ഒന്ന് വയ്ക്കുകയാണേ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കാറൊന്നുമില്ലേ. ഒരാൾ കുഞ്ഞിനെ നോക്കുന്ന ആ ടൈമിൽ മറ്റേ ആൾ പോയി കഴിച്ചിട്ട് വരും, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വെള്ളരിക്കയും മാങ്ങയും അരച്ചുകൂട്ട് കറി തയ്യാറാക്കി എടുത്തത്. പിന്നെ എനിക്ക് ഈ കറി വേണമെന്നൊന്നുമില്ല, എനിക്ക് അവിയൽ മതി. അതുകൊണ്ട് ഞാൻ അവിയൽ കൂട്ടിയിട്ടാണ് ഇച്ചിരി ചോറ് കഴിച്ചത്. അവിയൽ കഴിക്കാനുള്ളൊരു കൊതി കൊണ്ട് ഒരു ഇത്തിരി ചോറേ ഞാൻ എടുത്തുള്ളൂ. കാര്യം വെച്ചാൽ എനിക്ക് ബിരിയാണി ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ഗ്യാപ്പ് ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നേ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ സ്ഥലത്തും ചെറിയ അഴകളൊക്കെ കെട്ടിയിട്ട് അവിടെ ഒക്കെ ഇട്ട്, പിന്നെ സ്റ്റെയറിൻ്റെ കൈവരിയിലും ഒക്കെ ഒന്ന് തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ ഞാനൊന്ന് ഉറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അനിക്കുട്ടിയുടെ കൈ കൊടുത്തിട്ടാണ് പിന്നെ ചായ ഇടാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണേ, ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ദേ ഞാൻ ചായയൊക്കെ ഇട്ട് അപ്പോൾ എല്ലാവരും പിന്നെ ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ നമ്മളിവിടെ താഴെ സെറ്റിയെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ആളിന് ഇപ്പോൾ വലിയ വേദനയൊന്നുമില്ല. 6 മണിക്കൂർ ഇടവിട്ട് സിറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട്, ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് ഒന്ന് കുറച്ച് തുണി ഇങ്ങനെ മുക്കി പിഴിഞ്ഞൊന്ന് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ വാക്സിൻ എടുത്തതിൻ്റെ വേദനയൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.